ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഫൗണ്ടേഴ്സിനോട് ഒരപേക്ഷയുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുക. പണത്തിനെ സ്നേഹിക്കുന്നതുപരി പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി തീർച്ചയായും നമ്മളെ സ്നേഹിക്കും. അതുകൊണ്ട് പ്രകൃതിക്ക് അനുസരിച്ചമായ ബിസിനസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ആരംഭിച്ചാൽ ആ ബിസിനസ്സിന് തീർച്ചയായും വിജയം കണ്ടെത്താം. സീ ഫുഡ് മേഖലയെ പ്രകൃതിയുടെ ഒരു സംഭാവനയാണ് കടൽ. കടലിൽ പോയി മീൻ പിടിച്ച് ആ മീൻ കൊണ്ട് വിറ്റ് എത്രയോ ആളുകൾ കോടിയായി സമ്പാദിച്ച ചരിത്രങ്ങളുണ്ട്. ഇന്ന് അതേ കടലിൽ മത്സ്യത്തിന് പകരം പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇത് നമ്മൾ തടുക്കേണ്ട അത്യാവശ്യം തടുത്തിരിക്കണം. കാരണം പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ആഹാരം കഴിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് കടൽ. ഒരു ചെമ്മീന് 90 ദിവസം മാത്രമേ ആയുസുള്ളൂ. അത് കഴിയുമ്പോൾ ചെമ്മീന് ചത്തുപോകും. അതിനു മുമ്പ് നമ്മൾ പിടിച്ച് കഴിച്ചിരിക്കും. ഇത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു ആഹാരത്തിനുള്ള തന്നിരിക്കുകയാണ്. ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ്. തീർച്ചയായും പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യണം. കടൽ മത്സ്യത്തിന് വേണ്ടിയിട്ടാണ്, കടൽ പ്ലാസ്റ്റിക്കിന് വേണ്ടി അല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. വിൻഡ് മില്ല്, സോളാർ പ്രോജക്റ്റ്, നിരവധി പരിപാടികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും ആരംഭിക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കുക, എങ്ങനെ ഞാൻ എൻ്റെ പ്രോജക്റ്റിൽ ഈ കാർബൺസിൻ എങ്ങനെ വിമുക്തനാകാൻ കഴിയും. അത്തരത്തിൽ ഒരു ബിസിനസ്സിലേക്ക് ശ്രമിക്കുക തുടങ്ങാനായിട്ട്. 100 കൂട്ടം ബിസിനസ് ഓൺലൈനിൽ ചെയ്യാൻ കഴിയും. എത്ര ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ഒന്നും വേണ്ട, നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു ലോക്കൽ ഡയറക്ടറി ഉണ്ടാക്കിയാൽ പോലും അധികം പൈസയില്ല. പക്ഷേ അവിടെ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് വാങ്ങിച്ചാൽ തന്നെ ബിസിനസ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ കഴിയും ഓൺലൈനിൽ. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. കൂടുതൽ മാനുഫാക്ചറിങ് രംഗത്ത് നിന്നും ട്രേഡിംഗ് രംഗത്ത് മാറുക, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹൗ ടു സേവ് ഫ്രം കാർബൺ സിൻ എന്ന മനസ്സിൽ നമ്മുടെ വിഭ്രാന്തി മാറും. അല്ലെങ്കിൽ അതിന് ഒരു വഴി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഫൗണ്ടേഴ്സിനോട്.